യേശു ക്രിസ്തുവിന്റെ ഏറ്റവും അതുല്യ നാമത്തിൽ ആഗതരായിരിക്കുന്ന ഏവർക്കും എന്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളുകയാണ്. ഇതുപോലെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കേണ്ടത് വന്നത് സെപ്റ്റംബർ മാസം തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിശുദ്ധ ബൈബിളിനെ ആക്രമിച്ചുകൊണ്ട് ജനാബ് എം അക്ബർ മൗലവി നടത്തിയ ആക്ഷേപങ്ങളാണ്. നിഷ് ഓഫ് ട്രൂത്ത് എന്ന ദാവ ഇതര മത ദൂഷണത്തിലൂടെ സ്വന്തം മതപ്രചരണം നടത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ സുവിശേഷം എന്ന തലക്കെട്ടിൽ ഒരു മുസ്ലിം പ്രസംഗിക്കുന്നതാണ്. എന്താ വിഷയം? യേശുക്രിസ്തുവിന്റെ സുവിശേഷം. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? ബൈബിൾ വിശ്വസനീയമോ? യേശുക്രിസ്തു ദൈവമോ? ത്രിയേകത്വം ബൈബിൾ പരമോ? മുസ്ലിമിന്റെ നോട്ടീസിന്റെ ഉള്ളടക്കമാണത്. പ്രിയ സ്നേഹിതരെ, ക്രൈസ്തവർ മതപ്രചരണം നടത്തുമ്പോൾ ഗീത ശരിയാണോ എന്ന് ചോദിച്ച് നമ്മൾ പരസ്യ മീറ്റിംഗ് നടത്താറുണ്ടോ? ഇല്ല. നമ്മൾ നമ്മുടെ സുവിശേഷം പ്രസംഗിച്ചാണ് പരസ്യ മീറ്റിംഗ് നടത്താറുള്ളത്. ഇവരെന്തുകൊണ്ട് ജനാബ് എം അക്ബർ മൗലവി ഈ തിരുവല്ലയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിച്ചു വന്നിരുന്നുവെങ്കിൽ അതിന് പൂർണ്ണ സ്വാഗതം. ജനാബ് എം അക്ബർ മൗലവി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഇവിടെ കടന്നു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹം പ്രസംഗിക്കേണ്ടിയിരുന്നത് അല്ലാഹു ആരാണ്, ഖുർആൻ എന്താണ്, ഹസ്രത്ത് മുഹമ്മദ് ആരാണ്. അത് ജനാബ് എം അക്ബർ മൗലവി ഈ തിരുവല്ല സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചായിരുന്നുവെങ്കിൽ ഞങ്ങൾ മറുപടി പറയാൻ പോകുമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മതപ്രചരണം നടത്തുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും പറയാതെ വിശുദ്ധ ബൈബിളിനെതിരെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെതിരെയും പരിശുദ്ധ ത്രിയേക ദൈവ വിശ്വാസത്തിനെതിരെയും നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും മറുപടി നൽകിയേ കഴിയുകയുള്ളൂ. വിശുദ്ധ ബൈബിൾ 1 പത്രോസ് 3:14-15 പറയുന്നത് അവരുടെ ഭീഷണത്തെങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. അവരുടെ ഭീഷണിയിൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. വിശുദ്ധ ബൈബിളിന്റെ സന്ദേശമാണ്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എല്ലായ്പ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ഈ വിശുദ്ധ ബൈബിളിന്റെ കൽപ്പന ആചരിക്കുവാൻ ക്രൈസ്തവരായ ഞങ്ങൾ നിർബന്ധിതരാണ്. ബൈബിൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ശക്തി പറഞ്ഞാലും ഞങ്ങൾ ബൈബിളിനെ അനുസരിക്കും. ഈ കൽപ്പന ഞങ്ങൾക്ക് നൽകിയ സ്ലീഹമാർ, ഈ കൽപ്പന ഞങ്ങൾക്ക് നൽകിയ അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ എന്താണ് ചെയ്തത്? ഞാൻ എൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ബൈബിൾ ഇതിനെപ്പറ്റി എന്തു പറയുന്നു എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം കടക്കും. അത് കഴിഞ്ഞിട്ട് എം അക്ബർ മൗലവി വിശുദ്ധ ബൈബിളിനെ പറഞ്ഞ പച്ചത്തെറികൾ ആദ്യമായി കേൾപ്പിച്ച ശേഷം അതിനെ സൗമ്യതയുടെ ഭാഷയിൽ, അദ്ദേഹത്തിന്റെ ഭാഷയിലല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ, എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ മറുപടി ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും. ഞങ്ങളോട് കൽപ്പിച്ച സ്ലീഹ, ധന്യനായ പൗലോസ് സ്ലീഹ, അപ്പോസ്തല പ്രവൃത്തി 9:22 ഇപ്രകാരമാണ് പറയുന്നത്: യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. അപ്പോൾ യഹൂദന്മാർ
പൗലോസ് അപ്പോസ്തലനെ കൊല്ലുവാൻ ശ്രമിച്ചു. കൊല്ലുവാൻ ശ്രമിച്ചതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഭയപ്പെട്ടില്ല. അടുത്ത വാക്യത്തിലേക്ക് വരൂ. 9:29. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. ബൈബിള് പറയുന്നത് പൗലോസ് ശ്ലീഹ സംഭാഷിച്ച് തർക്കിച്ചു. 17:2 അവൻ അവരോട് വാദിച്ചു. 18:4 അവൻ അവരോട് സംവാദിച്ചു. തർക്കിച്ചു, വാദിച്ചു, സംവാദിച്ചു. കൽപ്പന നൽകിയ ശ്ലീഹമാർ അത് ആചരിക്കുക തന്നെ ചെയ്തു. അപ്പോസ്തലന്മാർ അത് വിശുദ്ധ ബൈബിൾ അത് കൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോസ്തലന്മാർ അത് ഞങ്ങൾക്ക് മാതൃകയായി തന്നിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ ഒരു ശക്തി പറഞ്ഞാലും ഞങ്ങൾ ഇതിൽ നിന്ന് മാറുകയില്ല. ഞങ്ങൾ ഇത് ചെയ്യുക തന്നെ ചെയ്യും. ഈ സമ്പാദിച്ച 18:4 സമ്പാദിച്ച പൗലോസ് ശ്ലീഹയോട് നമ്മുടെ ധന്യനായ കർത്താവായ യേശു ക്രിസ്തു 18:9 പ്രത്യക്ഷനായി ഒരു കാര്യം പറഞ്ഞു. 18:4 സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ 18:9 കർത്താവ് ദർശനത്തിൽ പറയുന്നത്, നീ ഭയപ്പെടരുത്, പ്രസംഗിക്ക, മിണ്ടാതെ ഇരിക്കരുത്, നിന്നെ അവർ കയ്യേറ്റം ചെയ്യുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് അനേക ജനങ്ങളുണ്ട്. പ്രിയ സ്നേഹിതരെ, ധന്യനായ പൗലോസ് ശ്ലീഹ മാത്രമല്ല, അപ്പൊളോസിന്റെ കാര്യത്തിൽ നമ്മൾ വായിക്കുന്നത് 18:28 പരസ്യമായി കണ്ണിച്ചു കളഞ്ഞു. പബ്ലിക് റെഫ്യൂട്ടേഷൻ. അതാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. മൗലവി ചെയ്ത ഭാഷണത്തെ നമ്മൾ പരസ്യമായിട്ട് കണ്ണിക്കാൻ പോകുകയാണ്. കാരണം അത് നമ്മുടെ ശ്ലീഹമാരുടെ മാതൃകയാണ്. അത് നമ്മുടെ ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി മത്തായിയുടെ സുവിശേഷം 22:45 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അവൻ അവരോട് ചോദ്യം ചോദിച്ച ശേഷം ആർക്കും ഉത്തരം പറയുവാൻ കഴിഞ്ഞില്ല. അവൻ അവരെ മിണ്ടാതെയാക്കി. യഹൂദയുടെ സിംഹമായ ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നതായ നമുക്ക് വിമർശനങ്ങളെ എന്ത് ഭയം? വിമർശനങ്ങളെ നമുക്ക് ഭയമില്ലാത്തത് കൊണ്ടാണ് ഈ തിരുവല്ലായിൽ, ക്രൈസ്തവർ തിങ്ങിപ്പാർക്കുന്ന ഈ തിരുവല്ലായിൽ MM അക്ബർ മൗലവി വന്ന് വിശുദ്ധ ബൈബിളിനെതിരെ വിമർശിച്ചപ്പോൾ അതിനെ തടയാൻ പോകാതിരുന്നത് എന്തുകൊണ്ടാ? നമുക്ക് ഈ വിമർശനമൊന്നും ഒരു ഭയവുമില്ല. എന്നാൽ അതിന് മറുപടി പറയണമെന്ന് പറഞ്ഞ് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയം ബുക്ക് ചെയ്തപ്പോൾ അവരവിടെ നിന്ന് പ്രവർത്തിച്ചു. നമ്മളിന്ന് തിരുവല്ല സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. തിരുവല്ല സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം ചെയ്യാതെ ഇവിടെ എന്തുകൊണ്ട് വന്നു? ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് കുറച്ചു മുമ്പ് BJP സ്നേഹിതന്മാർ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ സ്റ്റേഡിയത്തിലല്ലേ പ്രോഗ്രാം ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനെ സ്വകാര്യമായി ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്നു? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അനുമതി ലഭിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷേ അത് വേണ്ട, അതില്ലാതെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ നമ്മളത് ചെയ്യും. അതുകൊണ്ട് ഇവിടെ തുറന്നു തന്നിരിക്കുന്ന വേദിയിൽ എല്ലാ വാദങ്ങൾക്കും മറുപടി പറയും. പ്രിയ സ്നേഹിതരെ, ഇതിന് പിന്നാലെ ആ സ്റ്റേഡിയത്തിന്റെ പെർമിഷന് വേണ്ടി ഞങ്ങൾ ഒത്തിരി അധികം ബുദ്ധിമുട്ടി. 2 ദിവസം ഞങ്ങളുടെ സഹോദരന്മാർ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങി. അനുമതി തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നലെ വരെ ഞങ്ങൾ കാത്തിരുന്നു. സ്വാധീനമുള്ള സഹോദരന്മാർ മന്ത്രിമാരെ നേരിട്ട് വിളിച്ചു, പക്ഷെ പ്രയോജനമുണ്ടായില്ല. പിന്നെ ഞങ്ങൾ അന്വേഷിച്ചു ഇതിനെന്താണ് കാരണം. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വിവരം, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സമ്മർദ്ദം ചൊലുത്തി പറഞ്ഞു, ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ, തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ ഈ ക്രൈസ്തവർ
മറുപടി പറയാൻ പാടില്ല. പ്രിയ സ്നേഹിതരെ, ഇത് ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്തിൽ മുസ്ലിമിന് അനുവദിച്ചിരിക്കുന്നതായ അതേ സ്വാതന്ത്ര്യം നമുക്കുമുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്ന്, വസ്തുനിഷ്ഠമോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല, ഞങ്ങൾ കേട്ട കാര്യമാണ്. എന്നാൽ ഇത് ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു ഉത്തരവ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണം. അതിനൊരു നിവേദനം കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ നിവേദനം അല്പം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സഹോദരന്മാർ വായിക്കും. ഞങ്ങളെ കേൾക്കുവാനായി വന്ന എല്ലാ സഹോദരി സഹോദരന്മാരും അതിൽ ഒപ്പുവെച്ചണം. കാരണം അനേകായിരങ്ങളുടെ ഒപ്പുമായ നിവേദനം മുഖ്യമന്ത്രിയുടെ കസേരയിൽ മേശയിൽ എത്തണം. അദ്ദേഹം അതിന് പരസ്യമായ ഒരു അന്വേഷണം വേണം തന്നെ ചെയ്യണം. കാരണം ഇത് എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്, മുസൽമാന് മാത്രം അനുവദിക്കപ്പെട്ട കാര്യമല്ല. ആമുഖമായി ഞാൻ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയ അവതരണത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആ നിവേദനത്തിന്റെ കോപ്പി ഇടയ്ക്ക് നിങ്ങളുടെ കൈവശം സർക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് സൈൻ ചെയ്യണം. അത് വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. വളരെ മിതമായുള്ളതാണ്. ഞങ്ങൾ ഇങ്ങനെ കേട്ടു, ഞങ്ങൾക്ക് നിഷേധിച്ചു, ഇത് എന്തുകൊണ്ട് നടന്നു ഒന്നൊന്ന് അന്വേഷിക്കണം. ഇനിയും ഇത് ഇവിടെ നടക്കുവാനായി പാടില്ല. അത്രയുമേ ഞങ്ങൾ അതിൽ ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ വിഷയാവതരണത്തിലേക്ക് കടക്കട്ടെ. 3-4 ഭാഗങ്ങളായാണ് ഞാൻ ഈ വിഷയാവതരണം വേർതിരിച്ചിരിക്കുന്നത്. വിശുദ്ധ ബൈബിളിനെ പറ്റി MM അക്ബർ മൗലവി ഉയർത്തിയ ആരോപണങ്ങൾ 1, കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ ഉയർത്തിയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവികതയ്ക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ പലതും ആദ്യം നിങ്ങൾ വീഡിയോയിൽ കാണുകയും അതിന് ശേഷം ഞാൻ മറുപടി പറയുകയും ചെയ്യുന്നതായിരിക്കും. ഈ ആരോപണങ്ങൾ പരസ്യമായിട്ട് കാണിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. കാരണം ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ട്. വിശുദ്ധ ബൈബിളിനെതിരെ ജനാബ് MM അക്ബർ മൗലവി ഉപയോഗിച്ച വാക്കും അതോടൊപ്പം തന്നെ താരതമ്യം ചെയ്തുകൊണ്ട്, വിശുദ്ധ ബൈബിളിനെ താരതമ്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസുകളെ മഹത്വപ്പെടുത്തുന്നതുമായ ആദ്യത്തെ ക്ലിപ്പാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ക്ലിപ്പ് 1. ഈ ഉസൂലുൽ ഹദീസിലെ നിങ്ങൾക്ക് സാധാരണക്കാർക്ക് അതിന്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും പുതിയ പഠനം നടത്തിയ ജോനാഥൻ AC ബ്രൗൺ എന്ന് പറയുന്ന വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമിക് സ്റ്റഡീസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു യുവാവായ പ്രൊഫസറുണ്ട്. അദ്ദേഹത്തിന്റെ ഹദീസ് എന്ന ഗ്രന്ഥം മാത്രം എടുത്ത് വായിക്കുക. അത് ഒരു മുസ്ലിമിന്റെ പക്ഷപാതപരമായ രചനയല്ല, ഓറിയന്റലിസ്റ്റാണ്, പഠനമാണ്. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിന്റെ തിസീസാണ്. എന്താണ് ഹദീസുകൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയി തീർന്നത് എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. ആ ജോനാഥൻ AC ബ്രൗൺ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞത്, ഹദീസുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി എൻ്റെ ഡോക്ടറേറ്റ് തിസീസായി ഞാൻ എടുത്തപ്പോൾ എൻ്റെ വിചാരം മുഹമ്മദിന്റെ ജീവിതത്തെക്കുറിച്ച് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ സുവിശേഷങ്ങളിലെ വർത്തമാനത്തെ പോലെയുള്ള കേവലം ചവറുകൾ മാത്രമായിരിക്കും ഹദീസുകൾ എന്താണ്. എന്നാൽ ദീർഘകാലത്തെ പഠനത്തിന് ശേഷം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഒരുപാട് ഡാറ്റകളുള്ള ഡിസ്കുകളുമായി പുതിയ സോഫ്റ്റ്വെയറുകളുമായി ഞാൻ ഈ പഠനത്തിന് വേണ്ടി മുതിരുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊന്നുമില്ലാതിരുന്ന സമയത്ത് സ്വയം അധ്വാനത്തിലൂടെയും സ്വന്തം മെമ്മറിയിലൂടെയും ഈ അത്ഭുതകരമായ കമ്പ്യൂട്ടറുകൾക്ക് പോലും നിർവഹിക്കുവാൻ പ്രയാസകരമായ ദൗത്യം ഇവർ നിർവഹിച്ചു എന്ന് ഇന്ന് എന്നോട് ആരെങ്കിലും വെറുതെ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുമായിരുന്നില്ല. അവർ അത് നിർവഹിച്ചതിന്റെ കൃത്യമായ രേഖ എന്റെ മുന്നിലുള്ളത് കൊണ്ട് എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. ജനാബ് MM അക്ബർ മൗലവി ഇവിടെ പറയുന്നത്, ഹദീസുകൾ സുവിശേഷങ്ങളെ പോലെ ചവറുകളല്ല. സുവിശേഷങ്ങളെ പോലെ ഹദീസുകൾ ചവറുകളല്ല. അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്നത് ജോനാഥൻ AC ബ്രൗൺ എന്ന ഓറിയന്റലിസ്റ്റ്. അദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഇവിടെ തകർക്കാൻ പോവുകയാണ്. ജോനാഥൻ AC ബ്രൗൺ എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് മുസ്ലിമിന്റെ പക്ഷപാതപരമായ നിഗമനമല്ല ഇത്.
ഈ പുസ്തകം എഴുതിയ സമയത്ത് ഇദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, ഇദ്ദേഹം അമുസ്ലിം ആയിരുന്നു. പ്രിയ സ്നേഹിതരെ, ജോനാഥൻ എ സി ബ്രൗൺ എന്ന ഓറിയന്റലിസ്റ്റ്, ജോനാഥൻ എ സി ബ്രൗൺ എന്ന അമുസ്ലിം, ആരാണ് അദ്ദേഹം? ജോനാഥൻ എ സി ബ്രൗണിന്റെ ഒരു ക്ലിപ്പുണ്ട്, ക്ലിപ്പ് 3. ജോനാഥൻ എ സി ബ്രൗൺ പറയുന്നത് 19-ാം വയസ്സിൽ അന്നേ വരെ യാതൊരു ക്രൈസ്തവ വിശ്വാസവും ഇല്ലാതെ ജീവിച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന സമയം 19-ാം വയസ്സിൽ മുസ്ലിമായ പണ്ഡിതനെയാണ് ഇദ്ദേഹം അമുസ്ലിമായും ഓറിയന്റലിസ്റ്റായും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജോനാഥൻ എ സി ബ്രൗൺ എന്ന ഓറിയന്റലിസ്റ്റ്, ജോനാഥൻ എ സി ബ്രൗൺ എന്ന അമുസ്ലിം, അദ്ദേഹം ആരാണ്? 19-ാം വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു 10 വർഷം കൂടെ കഴിഞ്ഞ് എഴുതപ്പെട്ട പുസ്തകമാണിത്. നോക്കണേ, അക്ബർ മൗലവിയുടെ കള്ളത്തരങ്ങൾ. ജനാബ് MM അക്ബർ മൗലവി പറയുന്നത് ഇദ്ദേഹം അമുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ഭാഷ തന്നെയുണ്ട്, ഞാൻ മുസ്ലിം ആയത് 19-ാം വയസ്സിൽ. ഇന്ന് ഈ ജോനാഥൻ എ സി ബ്രൗണിനെ മുസ്ലിം ലോകത്ത് പലരും വിളിക്കുന്നത് ഷെയ്ഖ് ബ്രൗൺ എന്നാണ്. ഈ ഷെയ്ഖ് ബ്രൗണിനെയാണ് തിരുവല്ല പട്ടണത്തിൽ അവതരിപ്പിച്ചപ്പോൾ അമുസ്ലിമായി അവതരിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം ജോനാഥൻ എ സി ബ്രൗണിന്റെ ഉദ്ധരിയാണെന്ന് പറഞ്ഞു പുതിയ നിയമത്തെ പോലെ ചവറുകളല്ല എന്ന്. ഈ പുസ്തകം ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. ഈ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഉദ്ധരണി ഇല്ല. അമുസ്ലിം ആണെന്ന് പറഞ്ഞ് ഒരു മുസ്ലിമിനെ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു ന്യൂ ടെസ്റ്റ്മെന്റുകളെ പോലെ ചവറുകളല്ല എന്ന് ജോനാഥൻ എ സി ബ്രൗൺ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു DVD കേൾക്കണമെന്ന് പറഞ്ഞു, അതും ഞാൻ ഇരുന്ന് കേട്ടു നോക്കി, അതിലും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരു പേരുദ്ധരിച്ചിട്ട് ആ പണ്ഡിതന്റെ പേരിൽ നമുക്കെതിരെ അസത്യങ്ങളും അസഭ്യങ്ങളും വിളമ്പുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹം നടത്തിയ കാപട്യമാണത്. ഇതുപോലെയാണ് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാ കാപട്യങ്ങളും. എന്നാൽ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിനെ ചവറന്ന് വിളിച്ചപ്പോൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതല്ലയോ? ഖുറാനും ഹദീസുകളും വിശുദ്ധ ബൈബിളും ഒന്ന് തുലനം ചെയ്ത് പഠിക്കേണ്ടതല്ലയോ? ഏതാണ് ഈ പവിത്രം എന്നുള്ളത്? അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിശുദ്ധ ബൈബിൾ സ്വയമായി പ്രഖ്യാപിക്കുന്നത് ഇത് വിശ്വാസത്തിനും ധാർമ്മിക ജീവിതത്തിനും പര്യാപ്തമായ പുസ്തകമാണ് വേദപുസ്തകം. ഈ വേദപുസ്തകത്തിന് പുറത്തു പോയി നമ്മുടെ വിശ്വാസത്തിന് 1 ഇഞ്ച് വാക്യം പോലും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമായതെല്ലാം ഈ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. 2 തിമോത്തി 3:16-17 പറയുന്നത് തിരുവെഴുത്തുകൾ മതിയായവയാണ്. നമ്മോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പ്രമാണിക്കാനാണ്. ഈ പുസ്തകത്തിൽ എഴുതപ്പെടാത്തതായ ഏതെങ്കിലും കാര്യങ്ങൾ വാമൊഴിയായോ പാരമ്പര്യമായോ ലഭിച്ച കാര്യങ്ങളെ പ്രമാണിക്കുക എന്നുള്ളതല്ല. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ ബൈബിൾ പര്യാപ്തമായ പുസ്തകമാണ്. ആവർത്തനം 28:58 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ പ്രമാണങ്ങളെ യോശുവ 1:8 ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ ഉള്ളത് അതിനപ്പുറം നമുക്ക് ആവശ്യമില്ല. അത് തന്നെയാണോ മുസ്ലിമിന്റെ ഗതി എന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണാം. ജോഷുവ 23:6 ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും 1 കൊരിന്ത്യർ 4:6 പൗലോസ്ലീഹ പറയുന്നത് എഴുതിയിരിക്കുന്നതിനപ്പുറം പോകാതെ ഇരിക്കുവാൻ ഈ എഴുതി തന്ന ദൈവവചനം അത് തേനിലും മാധുര്യമുള്ളതാണ്, പൊന്നിലും വിലയേറിയതാണ്. അതൊരു വിശ്വാസിക്ക് പര്യാപ്തമായ പുസ്തകമാണ്. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അതിലെല്ലാ കാര്യങ്ങളും, ഒരു വിശ്വാസിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിലുണ്ട്.
കർത്താവായ യേശു ക്രിസ്തു മാതൃകയാണ് എന്ന് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ മാതൃക എന്ത് എന്ന് ഈ പുസ്തകത്തിൽ 4 പുസ്തകങ്ങളിലൂടെ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിതരെ, ഖുറാന്റെ അവകാശവാദം എന്താണ്? ഞാൻ ഒന്നാമത് പറഞ്ഞത്, വിശുദ്ധ ബൈബിൾ പര്യാപ്തമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ. ഇതിനോട് തുലനം ചെയ്യുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണോ ഖുറാൻ? ആണെന്ന് ഖുറാൻ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ആണോ എന്ന് മൗലവിയുടെ വാക്കുകളിൽ തന്നെ നമുക്കൊന്ന് കേൾക്കണം, അല്ലേ? ആദ്യം ഖുറാൻ ഒന്ന് വായിച്ചിട്ട് പിന്നെ MM അക്ബർ മൗലവി തന്നെ പറയട്ടെ ഈ ഖുറാൻ പര്യാപ്തമാണോ ഇല്ലയോ എന്ന്. ഞാൻ പറയണ്ട, അക്ബർ പറയട്ടെ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഖുറാൻ പറയുന്നത് സൂര 6:38, ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്താതെ ഒരു കാര്യവും നാം വിട്ടുകളഞ്ഞിട്ടില്ല. ഖുറാനിൽ രേഖപ്പെടുത്താതെ ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ലെന്ന് കേട്ടോണം. സൂര 6:114, നിങ്ങളുടെ അടുക്കലേക്ക് വിശുദ്ധമായ വിവരങ്ങളോട് കൂടിയ ഗ്രന്ഥം അവൻ അയച്ചിരിക്കുന്നുവല്ലോ. ഇതിലെല്ലാം ഖുറാനിലെല്ലാം അങ്ങ് വിശുദ്ധമായിട്ട് വിശുദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഖുറാന്റെ അവകാശവാദങ്ങളാണ്. സൂര 16:89, സർവകാര്യങ്ങളുടെയും വിശുദ്ധീകരണം മാർഗദർശനവുമായിട്ടാണ് ഖുറാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഖുറാനിൽ പറയാതെ ഒന്നും അല്ലാഹു വിട്ടിട്ടില്ല. സത്യമാണോ? MM അക്ബർ മൗലവിയുടെ ക്ലിപ്പ് നിങ്ങൾ കേട്ടോ. എന്നാൽ ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ നമസ്കരിക്കണം, നിങ്ങൾ നമസ്കരിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. നമസ്കരിക്കേണ്ടത് എത്ര നേരം, എങ്ങനെ നമസ്കരിക്കണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്നില്ല. അത് എങ്ങനെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. ഖുർആൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് നിർബന്ധമാണ്, സക്കാത്ത് കൊടുക്കാത്തവൻ മുസ്ലിം സമൂഹത്തിലെ അംഗം പോലുമല്ല. പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചു പല സമയത്തും. പക്ഷേ സക്കാത്ത് എത്ര, ഏതിനൊക്കെ, എങ്ങനെയൊക്കെ നൽകണം പരിശുദ്ധ ഖുർആൻ മുഴുവനും കരുതിയാലും നമ്മൾ കാണില്ല. അവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. ഇതേപോലെ നോമ്പിനെ കുറിച്ചാണെങ്കിലും ഹജ്ജിനെ കുറിച്ചാണെങ്കിലും എല്ലാമുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് ലഭിക്കണമെങ്കിൽ, കൃത്യമായ ഖുർആനിലെ കൽപ്പനകൾ പ്രയോഗവൽക്കരിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് ആവശ്യമായി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഇവിടെ എന്താണ് പറഞ്ഞത്? ഖുറാൻ പറഞ്ഞു പ്രാർത്ഥിക്കണം. എത്ര നേരം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഖുറാൻ നമുക്ക് പറഞ്ഞു തന്നില്ല. ഖുറാൻ പറഞ്ഞു ഹജ്ജിന് പോകണം, അവിടെ പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഖുറാൻ നമുക്ക് പറഞ്ഞു തന്നില്ല. എന്നാൽ ഖുറാൻ അവകാശപ്പെട്ടതോ, ഇതിൽ രേഖപ്പെടുത്താതെ നാം ഒരു കാര്യവും വിട്ടുകളഞ്ഞിട്ടില്ല. ഇതിലെല്ലാ കാര്യങ്ങളും അങ്ങ് വിശുദ്ധമായിട്ട് വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. എന്നിട്ട് മൗലവി തന്നെ സമ്മതിക്കുന്നു, ഇല്ല, ഈ ഖുറാൻ പര്യാപ്തമല്ല. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഈ പരിശുദ്ധ ബൈബിൾ പര്യാപ്തമാണ്. ഈ അദ്ദേഹം പറയുന്നത് ഇതല്ലാതെ പ്രവാചകൻ എന്തു പറഞ്ഞു, അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൂടെ ഖുറാനോടൊപ്പം നമുക്ക് വേണം. അതിന് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹദീസ് എന്നാണ് അതിന് പറയുന്നത്. ഖുറാൻ മാത്രം പര്യാപ്തമല്ല, ഖുറാനോടൊപ്പം ഹദീസും വേണം. പ്രിയ സ്നേഹിതരെ, ഹദീസ് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് ഖുറാനേക്കാൾ ശക്തമാ. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഖുറാനേക്കാൾ ശക്തമായ പുസ്തകമാണ് ഹദീസ്. ഈ വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ആദ്യമേ അവതരിപ്പിക്കുന്നത്, സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ബൈബിളും അവർക്ക് ഖുറാനും. അങ്ങനെയല്ല. അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഇത് പറഞ്ഞു തുടങ്ങുന്നത്. ഈ ഹദീസുകൾ ഖുറാന് വിരോധമായിട്ട് വരും. ഖുറാനെ ഓവർ റൂൾ ചെയ്യുവാൻ ശക്തമായ പുസ്തകങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വചനങ്ങളെക്കാൾ ശക്തമാണ് മുഹമ്മദിൻ്റെ വചനങ്ങൾ. ഇത് ഞാൻ എങ്ങനെ പറയും? ഞാൻ പറയണ്ട, അടുത്ത ക്ലിപ്പ് നമുക്ക് കാണാം. ഷെയ്ഖ് ജോനാഥൻ AC ബ്രൗൺ, നമ്മൾ ഇത് ഈ പുസ്തകം വായിക്കണമെന്നാണ് ജനാബ് MM അക്ബർ മൗലവി നമ്മളോട് പറഞ്ഞത്. നമ്മളത് വായിച്ചു.
വായിച്ചിട്ട് ഷെയ്ഖ് ജോനാഥൻ എ.സി. ബ്രൗൺ പറയുന്ന ക്ലിപ്പ് 5, അത് ഇംഗ്ലീഷിലാണ്. അത് ആദ്യമേ നമുക്ക് ഇംഗ്ലീഷിൽ കേട്ടിട്ട് ഞാനത് പരിഭാഷപ്പെടുത്താം. The reason why, I mean, in Sunni Islam at least, Sunni Muslims have always said that the Sunnah of the Prophet, his precedent, his authoritative precedent, rules over the Quran. We understand the Quran through the Sunnah. The Sunnah is actually more powerful than the Quran. And the Quran needs the Sunnah to be unlocked for us to understand it. So when people in the West sort of focus on what the Quran says and what this says and that says, they don't know that the 5 daily prayers don't appear in the Quran, right? So many important beliefs in Sunni and Shiite Islam, like the Mahdi, like the return of Jesus, things like this don't appear in the Quran explicitly, right? So they think that, you know, they have the Bible, and so they assume that there's this Muslim Bible that has all the answers, just like our Bible has all the answers. They don't realize that there's this sort of second layer of interpretive information that adds actually the bulk of Islamic law and dogma. So that's one of the reasons I think the book is, I think what I study is very important. Sunnah of the Prophet is more powerful than Quran. ഷെയ്ഖ് ജോനാഥൻ എ.സി. ബ്രൗൺ. ഷെയ്ഖ് ജോനാഥൻ എ.സി. ബ്രൗൺ പറയുന്നത് ഹസ്രത്ത് മുഹമ്മദിന്റെ വചനങ്ങൾ ഖുറാനേക്കാൾ ശക്തവും ഖുറാനെ ഓവർ റൂൾ ചെയ്യുവാൻ കഴിവുള്ള പുസ്തകവുമാണ് ആരുടേത്? ഹദീസ്, ഹസ്രത്ത് മുഹമ്മദിന്റെ വചനങ്ങൾ. പ്രിയ സ്നേഹിതരെ, വിശുദ്ധ ബൈബിളിനെ ഓവർ റൂൾ ചെയ്യുവാൻ ഈ ലോകത്തിലെ ആർക്കെങ്കിലും കഴിയുമോ? ഈ വിശുദ്ധ ബൈബിൾ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ലോക ചക്രവർത്തിമാർക്കല്ല, സകല ലോകത്തിലെ രാജാക്കന്മാർ ഒരുമിച്ചു കൂടി ഒരു പ്രഖ്യാപനം പ്രഖ്യാപിച്ചാലും ഈ വിശുദ്ധ ബൈബിളിനെ ഓവർ റൂൾ ചെയ്യുവാൻ കഴിയില്ല. കാരണം അത് സർവാധികാരിയായ ദൈവം നമുക്ക് നൽകിയ പുസ്തകമാണ്. അതുപോലെയാണോ അവരുടെ പുസ്തകം? അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞത് തന്നെ നിങ്ങൾ കേൾക്കുന്നതാണ്. എന്നാൽ ഇനി ഹദീസും മാത്രം മതിയോ? ഖുറാനും ഹദീസും. ജനാബ് എം അക്ബർ മൗലവി അവിടെ പറഞ്ഞത് ഈ ഖുറാനും ഹദീസും ഉണ്ടെങ്കിൽ എല്ലാം മതിയെന്നാണ്. അല്ല. ജോനാഥൻ എ.സി. ബ്രൗണിന്റെ അടുത്ത ക്ലിപ്പുണ്ട്, അത് ഞാൻ പറയാവുന്നതാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ജോനാഥൻ എ.സി. ബ്രൗൺ പറയുന്നത് ഇത് വായിച്ചാൽ ഹദീസ് വായിക്കാൻ ഞാൻ നിങ്ങളോട് പറയത്തില്ല. കാരണം ഹദീസ് വായിച്ചാൽ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഹദീസിൽ 23 വർഷങ്ങൾ പറഞ്ഞപ്പോൾ വൈരുദ്ധ്യങ്ങളുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രവാചകൻ ആദ്യം ഏത് പറഞ്ഞു, പ്രവാചകൻ രണ്ടാമത് ഏത് പറഞ്ഞു എന്ന് ഹദീസ് മാത്രം വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. കാരണം ഹദീസ് കാലക്രമേണയല്ല എഴുതി വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അദ്ദേഹം തന്നെ പറയുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് കഴുകണം, അല്ലേ? എത്ര പ്രാവശ്യം കഴുകണം? സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 4 ഹദീസ് 159 പറയുന്നത് ഒരു പ്രാവശ്യം കഴുകണം. സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 4 ഹദീസ് നമ്പർ 160 പറയുന്നത് 2 പ്രാവശ്യം കഴുകണം. പിന്നീട് 3 പ്രാവശ്യം കഴുകണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര തവണയാണ് നമ്മൾ കഴുകേണ്ടത്? 1 ആണോ 2 ആണോ 3 ആണോ? അതറിയണമെങ്കിൽ ഹസ്രത്ത് മുഹമ്മദ് അവസാനം പറഞ്ഞത് ഏതാണെന്ന് നമ്മൾ അറിയണം. കാലക്രമം നമ്മൾ അറിയണം. പക്ഷെ കാലക്രമം ഹദീസിലുമില്ല. ഖുറാൻ മാത്രമായിട്ട് പര്യാപ്തമല്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഹദീസിൽ പോയത്. ഹദീസിൽ പോയപ്പോൾ ഹദീസും പര്യാപ്തമല്ല. അതുകൊണ്ടാണ് സാക്ഷി അപ്പോളറ്റിക്സ് നെറ്റ്വർക്ക് എം അക്ബർ മൗലവിയെ സംവാദത്തിന് വിളിച്ചപ്പം പറഞ്ഞത് ഈ ഖുറാനും ഹദീസും മാത്രം പോരാ, ബാക്കിയുള്ള പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളൂടെ വേണം. കാരണം അതില്ലാതെ ഏതാ ശരിയെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാകും? പ്രിയ സ്നേഹിതരെ, ഈ ഒരു ഉദാഹരണം മാത്രമല്ല, ജോനാഥൻ എ.സി. ബ്രൗൺ തന്നെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എം അക്ബർ മൗലവി തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പ്രസംഗിച്ചു. ഈ ഹദീസുകൾ പ്രവാചകൻ ഞങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കണമെന്ന് പോലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജോനാഥൻ എ.സി. ബ്രൗൺ പറയുന്നത്
ഹദീസ് വായിച്ചാൽ ഒരധ്യായം മുഴുവൻ നിന്നുകൊണ്ട് കുടിക്കണം, അടുത്ത അധ്യായത്തിൽ അല്ല ഇരുന്നു കൊണ്ട് കുടിക്കണം. അപ്പൊ നിന്നുകൊണ്ടാണോ ഇരുന്നുകൊണ്ടാണോ കുടിക്കേണ്ടത് അറിയണമെങ്കിൽ ഹദീസിനും പുറത്തു പോകണം. എന്ന് പറഞ്ഞാൽ ഹദീസൂടെ കൂട്ടിച്ചേർത്ത് വെച്ചാൽ പോലും ഈ പുസ്തകം പര്യാപ്തമല്ല. എന്റെ വിശുദ്ധ ബൈബിൾ എത്ര പര്യാപ്തമാണ്! അത് വിട്ടൊരു പുസ്തകത്തിലേക്ക് പുറത്തു പോകേണ്ട ഗതി നമുക്കുണ്ടോ പ്രിയ സ്നേഹിതരെ? ദൈവം നമുക്ക് നൽകിയ ഒരു ഗ്രന്ഥമാണെങ്കിൽ അത് പര്യാപ്തമായിരിക്കണം. പര്യാപ്തമായ ഗ്രന്ഥം നമുക്ക് നൽകിയ ദൈവത്തിന് 1000 സ്തോത്രങ്ങൾ.